നമസ്കാരം ദേവസ്വം ഓഫീസർ. നമസ്കാരം. 2025 എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിനുള്ള സമയമായി. ഫെബ്രുവരി 2 കൊടിയേറാണല്ലോ. അപ്പോൾ ഇക്കൊല്ലത്തെ വിശേഷങ്ങളൊന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കുമോ? നമസ്കാരം. ഞാൻ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസറാണ് അഖിൽ ദാമോദരൻ. എറണാകുളത്തപ്പൻ്റെ 2025 ഉത്സവം വളരെ ഭംഗിയായിട്ട് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരി 2 വൈകിട്ടാണ് കൊടിയേറ്റം. 7 ഉത്സവബലി ചെറിയ വിളക്ക്, 8 വലിയ വിളക്കും പകൽപൂരവും, 9 ആറാട്ടോട് കൂടിയിട്ടാണ് ഉത്സവം പര്യവസാനിക്കുന്നത്. ക്ഷേത്രത്തിലെ കാലത്തും വൈകിട്ടും ശീവേലി ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് പതിവ് പോലെ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ 2 നേരങ്ങളിലായിട്ട് കാലത്ത് ഏകദേശം 7 മണിക്കും 8 മണിക്കും ഉള്ളിലാണ് ശീവേലിയുടെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുക. അത് 11 മണിയോളം നീണ്ടു നിൽക്കും. വൈകിട്ട് ഏകദേശം 4:30 കൂടിയിട്ട് പാണി കൊട്ടി ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് 5 മണിയോട് കൂടിയിട്ട് ശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കണം എന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിലും പതിവിൽ ഏറെയായിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കാലത്ത് പന്തീരടി പൂജയ്ക്കും വൈകിട്ട് ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും പ്രത്യേകം സോപാന സംഗീതജ്ഞരുടെ സോപാന സംഗീതമുണ്ടായിരിക്കും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ താന്ത്രിക ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുക പുലിയന്നൂർ ഇല്ലക്കാരാണ്. ബഹുമാന്യനായ ബ്രഹ്മശ്രീ പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ ആര്യൻ നമ്പൂതിരിപ്പാട്, കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാടെല്ലാം ആണ് ഈ വർഷത്തെ പൂജകൾക്ക് നേതൃത്വം വഹിക്കുക. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തെ ചടങ്ങുകളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ജീവനക്കാരും ഉത്സാഹത്തിലാണ്. ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഭഗവാന് ഏറ്റവും ഭംഗിയായിട്ട് ഉത്സവം നടത്തി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കർത്തവ്യത്തിലാണ് ഭക്തജനങ്ങളും ദേവസ്വം ജീവനക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കാലത്തെയും വൈകുന്നേരവും കാഴ്ചശീവേലി ഉണ്ടല്ലോ. ഇപ്രാവശ്യത്തെ ഗജവീരന്മാരാരൊക്കെയാണ്? പിന്നെ മേളപ്രമാണികൾ, അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള എല്ലാ മേളകലാകാരന്മാരും അണിനിരക്കുന്ന ഉത്സവമാണ് എറണാകുളത്തപ്പൻ്റെ തിരുത്സവം. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, പെരുവനം സതീശന്മാരാർ, പഴുവിലെ രഘുമാരാർ, അതുപോലെ ചെറുശ്ശേരി കുട്ടന്മാരാർ, RLV ഹരിപ്രസാദ് മഹേഷ്, അതുപോലെ ചൊവ്വല്ലൂർ മോഹനവാര്യർ, അങ്ങനെ എല്ലാ പ്രധാനികളും കേരളത്തിലെ മേളകലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനികളും ഇവിടെ പങ്കുചേരുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള 80-നും 90-നും ഇടയിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മേള താള വിസ്മയമാക്കാനാണ് ഈ തവണ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ പ്രമുഖ ഗജ വീരന്മാരെല്ലാവരും ഈ തവണ എത്താനായിട്ടുള്ള ശ്രമം ദേവസ്വം നടത്തിയിട്ടുണ്ട്, ഭക്തജനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി കേശവൻ, അതുപോലെ കാഞ്ഞിരക്കാട് ശേഖരൻ, നായരമ്പലം രാജശേഖരൻ, അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പഴയന്നൂർ ശ്രീരാമൻ, അതുപോലെയുള്ള പ്രധാന കേരളത്തിലെ എല്ലാ ഗജവീരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു എഴുന്നള്ളിപ്പുകളും കാര്യങ്ങളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പകൽപൂരത്തിന് 11 ഗജവീരന്മാർ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അണിനിരക്കാനും എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മളുടെ നാളികേര സമർപ്പണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്ദൻ സാർ പറഞ്ഞു ഇക്കൊല്ലം എല്ലാ കൊല്ലം മാതിരിയല്ല, ഇക്കൊല്ലം വന്നിട്ട് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അന്നദാനം വെടിക്കെട്ട് പ്രോഗ്രാമിനെ കുറിച്ച് കൂടി ഒന്ന് പറയണേ. എല്ലാ വർഷങ്ങളിലെയും പോലെ അല്ലാതെ നമുക്ക് എന്ത് വ്യത്യസ്തത കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആശയത്തിലും കൂടിയാണ് അന്നദാനത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ചിട്ട് ആലോചിച്ചത്. അതുപോലെ ആരംഭിച്ച ഒരു കാര്യമാണ് നാളികേര സമർപ്പണം. അത് വളരെ വിജയപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും പറയാറുള്ളൊരു വിഷയം കൂടിയാണ്. എന്ത് നൽകാൻ കഴിയും ഒരു ഭക്തന്? അത് ക്ഷേത്രത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ഘടകം തന്നെയാണ് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസങ്ങളിലും കൊടിയേറ്റ് 2-ാം ദിവസം കഴിഞ്ഞ് 3-ാം തീയതി മുതൽ കാലത്ത് 10:30 മുതൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ ഭക്തജനങ്ങൾക്ക് ആറാട്ട് വരെ എല്ലാ ദിവസവും അന്നദാനം ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെയാണ് നമുക്ക് കലാ സാംസ്കാരിക പരിപാടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഉത്സവം കൂടിയാണ് എറണാകുളത്തപ്പൻ്റെ ഉത്സവം. 5 വേദികളിലായിട്ട് ഏകദേശം 166 പ്രോഗ്രാംസാണ് ഈ വർഷം ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും സംഗീത കച്ചേരികളായാലും നൃത്തനൃത്യങ്ങളായാലും മറ്റ് സോപാന സംഗീതം പോലെയുള്ള പ്രധാന കലാരൂപങ്ങളായാലും ക്ഷേത്രകലകളായാലും കഥകളി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം മുതലായിട്ടുള്ള കലകൾ, അതുപോലെ നാടൻപാട്ട്, കുറത്തിയാട്ടം മുതലായിട്ടുള്ള എല്ലാ കലകളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തെ വേദിയിൽ 1-ാമത്തെ വേദിയായിട്ടാണ് കണക്കാക്കുന്നത്. 2-ാമത്തെ വേദി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന സമൂഹ മഠത്തിന് മുമ്പിലെ വേദി. അവിടെ കച്ചേരികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നാടൻ പാട്ടുകളും ഗാനമേളകളും ഫ്യൂഷൻ പോലെയുള്ള ചടങ്ങുകളും വലിയ രീതിയിലുള്ള നൃത്ത ചടങ്ങുകളും ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. തിരുവാതിരക്കളികളും അതുപോലെ നൃത്തനൃത്യങ്ങളും നൃത്തവിദ്യാലയങ്ങളുടെ പരിപാടികളുമെല്ലാം കൂത്തമ്പലത്തിലാണ് ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ ക്ഷേത്രത്തിനകത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് കുറത്തിയാട്ടം പതിവുള്ളത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് തെക്ക് കിഴക്ക് മൂലയിലായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും ഈ തവണ എത്തിച്ചേരുന്നുണ്ട്. അത് ഏറ്റവും വളരെ രീതിയിൽ ഗംഭീരമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു പ്രധാന ഒരു ഘടകമാണ് ഉത്സവം തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്ന ദിവസം വരെയുള്ള 2 നേരത്തെ 1001, 2001 കഥന വഴിപാടുകൾ. അത് പതിവുള്ള കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാവരും അത് പതിവ് പോലെ തന്നെ ചെയ്തു പോരുന്നുണ്ട്. 8-ാം തീയതി, 9-ാം തീയതി, അതുപോലെ പകൽപ്പൂര ദിവസവും ആറാട്ട് ദിവസവുമുള്ള വെടിക്കെട്ട് പതിവിലും ഗംഭീരമാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു പോരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ നടത്തുന്ന ചടങ്ങുകൾ തന്നെയായാലും ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് എറണാകുളത്തപ്പൻ്റെ നിത്യസന്ദർശകരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഒരു കുടുംബമായിട്ട് യോജിപ്പോടുകൂടി സ്നേഹത്തോടുകൂടി ഒന്നിച്ചു നിന്നിട്ടാണ് ഈ വർഷത്തെ ഉത്സവം ഞങ്ങൾ ഗംഭീരമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഭക്തർ, നിങ്ങൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യണേ ഫ്രം അസ് ഡിവോട്ടീസ്? ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സഹകരണമാണ്. എറണാകുളത്തപ്പൻ്റെ ഉത്സവം വർഷത്തിലൊരിക്കൽ വരുന്നു. അതൊരു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിടത്തോളം അത് നടത്താനായിട്ട് നമ്മൾ മുൻകൈയിട്ട് ഇറങ്ങിയാലും സഹകരിക്കേണ്ടതും സഹായിക്കേണ്ടതും എറണാകുളത്തെ ഭക്തജനങ്ങളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിനോടായാലും എറണാകുളം ദേവസ്വത്തിനോടായാലും വ്യക്തിപരമായിട്ട് എന്നോടായാലും സഹകരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഈ എറണാകുളത്തപ്പൻ എന്ന മഹാമേരുവിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാൻ വർഷത്തിലൊരിക്കൽ സാധിക്കുന്ന ഒരു വലിയൊരു യജ്ഞമാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മാക്സിമം സഹകരിക്കുക, കൃത്യതകൾ പാലിക്കുക. ദേവസ്വം ജീവനക്കാരും മറ്റ് സഹയാത്രികരായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളും വേണ്ടപ്പെട്ടവരും എല്ലാവരും പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. നിങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ ഭക്തജനങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പോൾ അതിന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം നൽകി അതിനെ വിജയകരമാക്കേണ്ടത് എന്നേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് പാലിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കൂടാതെ ഇതൊരു വലിയ യജ്ഞമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുകൾ വരുന്നൊരു കാര്യമാണ്. ഈ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ 1 രൂപ എങ്കിൽ ആ 1 രൂപ കൊണ്ടാണ് ഈ ഉത്സവം ഭംഗിയാക്കുന്നത്. അത് ഭഗവാന് കൃത്യമായി നൽകണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. ഇത്രയും ചെറുപ്രായത്തിൽ
ശ്രീ അഖിൽ ദാമോദരൻ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസറായിട്ട് വന്നിട്ട് ദിസ് ഇസ് യുവർ സെക്കൻഡ് ഉത്സവം അല്ലേ? മൂന്നാമത്തെ ഉത്സവം. എങ്ങനെയുണ്ട് ഹാർട്ട് ബീറ്റ്? എല്ലാവിധത്തിലും എപ്പോഴും ഉത്സവം നടത്താനായിട്ട് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ വളരെയധികം ടെൻഷനുകൾ ഉണ്ടാവാറുണ്ട്. ടെൻഷൻ അടിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ചൊന്ന് വേർത്താൽ മാത്രമാണ് അത് ഭംഗിയാക്കാനായിട്ട് സാധിക്കാറുള്ളൂ എന്നാണ് വിശ്വാസം. ഇതൊരു നിയോഗമാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എറണാകുളത്തപ്പൻ്റെ 2022, 23, 24 പോലെയുള്ള 3 കാലഘട്ടത്തിലെ ഉത്സവത്തിന് നേതൃത്വം വഹിക്കാനായിട്ട് ഒപ്പം നിൽക്കാനായിട്ട് സാധിച്ചു. അത് ഭഗവാൻ തന്നൊരു വലിയ നിയോഗമാണ്. ടെൻഷനുകൾ എത്രത്തോളം ഉണ്ടായാലാണ് എത്രയും ഭംഗിയാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് എറണാകുളത്തപ്പന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ചെയ്താലും മതിയാവില്ല. അതിനു വേണ്ടിയിട്ട് എത്ര ചെയ്താലും ഭഗവാൻ അതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ്. കേരളത്തിലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും നമുക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എറണാകുളത്തപ്പനും മൂർത്തികളും ഉണ്ട് എന്നുള്ളതിന് 100% ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും ഞങ്ങൾ ജീവനക്കാരും ദേവസ്വം ഒക്കെ തയ്യാറാണ്. യു ആർ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ദേവസ്വം ഓഫീസേഴ്സ്. ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില്ലറ കാര്യമാണെങ്കിൽ പോലും ആ അകത്ത് പ്രദക്ഷിണം വെക്കുമ്പോൾ ആൾക്കാരുടെ തലയിടിച്ച് പൊട്ടാണ്ടിരിക്കാനടക്കം അവിടെ സ്പോഞ്ച് അടക്കം വെച്ച ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും, പിന്നെ ഭഗവാനുള്ള ഗണപതിക്കാണെങ്കിലും നമ്മുടെ മുരുകനാണെങ്കിലും പിന്നെ നമ്മുടെ അയ്യപ്പനാണെങ്കിലും സ്വർണ്ണഗോളകയും പിന്നെ മറ്റേ പ്രഭാമണ്ഡലം ഒക്കെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഐ തിങ്ക് യു ഹവ് ഡൺ എ വെരി ഫൈൻ ജോബ് അഖിൽ. സോ ഓൾ ദ ബെസ്റ്റ്. ഈ ഉത്സവം ഗംഭീരമായി നടക്കും എന്നുള്ള പ്രാർത്ഥനയിൽ താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. താങ്ക് യു.